സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തോടെ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ്? ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഐട്രേഷൻ ലൂപ്പിൽ എത്തുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഐട്രേഷൻ എത്തുമ്പോൾ ആ ഐട്രേഷൻ സ്കിപ്പ് ചെയ്യണം, ആ ഐട്രേഷൻ വേണ്ട, സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനം ലൂപ്പിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ VS Code വഴി കാണിച്ചത് എന്താണെന്ന് VS Code ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ I in 1 2 equal to 10 എന്ന് 10 പ്രിന്റ് ചെയ്യാൻ I ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? 1 to 10 പ്രിന്റ് ചെയ്യും. ഞാൻ പ്രിന്റ് ചെയ്യാൻ തരാം, കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ബ്രേക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ കണ്ടീഷൻ വെക്കാം. നമ്മൾ എക്സാമ്പിൾ കൊടുക്കുകയാണ്, ഇഫ് I is equal to 5 ആണെങ്കിൽ ബ്രേക്ക് ചെയ്തോ. ഉദ്ദേശിക്കുന്നത് എന്താ? എപ്പോൾ ഈ ഐയുടെ വാല്യൂ ഇത് കൂടിക്കൊണ്ടിരിക്കുക, ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോൾ ഈ ഐയുടെ വാല്യൂ 5 ആവോ അപ്പോൾ ഈ ലൂപ്പിന് എക്സിറ്റ് ആയിരുന്നു ചാടിയിട്ട് ഇവിടെ വാ എക്സിറ്റ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ആവുന്ന ഈ ലൂപ്പിന് ഇതാണ്, ഈ ലൂപ്പിന് പുറത്തോട്ട് ചാടാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ. ഓക്കെ, പ്രിന്റ് കാണിച്ചു തരാം. കാണാൻ പറ്റും 1 to 5 വരെ പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഇനി കണ്ടിന്യൂ എന്ന് വെച്ചാൽ സെയിം പോലെ തന്നെയാണ്. ഇപ്പോൾ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ 5 ഒഴിച്ച് ബാക്കിയെല്ലാം പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്ന ഈ സാധനം മേളിടണം കേട്ടോ. ഓക്കെ, അപ്പോൾ മേളിട്ട് എന്താണെന്ന് വെച്ചാൽ നോർമലി ലൂപ്പ് കളിക്കുമ്പോൾ ഇത് പ്രിന്റ് ചെയ്തിട്ടാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വെച്ചാൽ ഒരു ഡുവൈലോ എന്ന് പറയാം. ഫസ്റ്റ് ഇത് പ്രിന്റ് ചെയ്യും, അതിന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? 5 ആവുമ്പോൾ എന്ത് പറ്റും? ഈ 5 പ്രിന്റ് ചെയ്യും, അതിൻ്റെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യമില്ലല്ലോ, 5 കിട്ടിയിട്ട് കണ്ടിന്യൂ എടുത്തേണ്ട കാര്യം. ആദ്യം ഫസ്റ്റ് ചെക്ക് ചെയ്യണം. മറ്റേ ബ്രേക്ക് ചെയ്യാൻ പ്രശ്നമുണ്ട്. ബ്രേക്കിന് എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് ആയ പ്രശ്നമില്ല. പക്ഷേ ഈ കണ്ടിന്യൂ എന്താ വെച്ചാൽ നമുക്ക് ആ സാധനം സ്കിപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ സാധനം പ്രിന്റ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് കാര്യമുണ്ട്. നമുക്ക് ആ സാധനം പ്രിന്റ് ചെയ്ത സാധനം ഡിസ്പ്ലേ ചെയ്തില്ലേ, പിന്നെ സ്കിപ്പ് ചെയ്ത് എന്ത് ചെയ്യാനാ? ഫസ്റ്റ് ഞാൻ അത് അങ്ങനെ പ്രിന്റ് ചെയ്യാൻ തരാം. അങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ച് നോക്കിയോ, കണ്ട 5 വന്ന്. കാരണം എന്താ? ഇത് പ്രിന്റ് ചെയ്ത് അതിനെ ചെക്ക് ചെയ്യുന്നത്, അതിന് പ്രിന്റ് ചെയ്ത് അതിന് ചെക്ക് ചെയ്യാം, അതിന് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്യുമ്പോൾ 5 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്ത് സ്കിപ്പ് ചെയ്യാനാ? സ്കിപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കോഡില്ലേ, അത് എക്സിക്യൂട്ട് ആവില്ല. അതാണ് കണ്ടിന്യൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ കണ്ടിന്യൂക്ക് ശേഷമുള്ള കോഡ്സ്, ഇവിടേക്ക് വന്ന കോഡ്സ് പ്രിന്റ് എല്ലാം കൊടുക്കാം. ഹലോ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഒരു സാധനം കൊടുക്കാം. ഓക്കെ, നീ കാണാൻ പറ്റും ഈ പ്രിന്റ് എല്ലാം വർക്ക് ചെയ്യില്ല. 1 തൊട്ട് 4 വർക്ക് ചെയ്യും, പിന്നെ 5 വർക്ക് ചെയ്യില്ല, 6 തൊട്ട് 10 വർക്ക് ചെയ്യും. ആയിക്കോട്ടെ, കണ്ടുവയ്ക്കാം. 5 നോക്കാം. 5 ഉണ്ട്, 5ന് ഹലോ ഇല്ല. അതായത് വെച്ചാൽ കണ്ടിന്യൂ വെച്ചാൽ ഇവൻ കഴിഞ്ഞിട്ടുള്ള കൂടെ എക്സിക്യൂട്ട് ചെയ്താൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പ് ഈ സാധനം മുകളിൽ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് 5 കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ നമ്മൾ ഈ കണ്ടീഷൻ താഴ്ത്തി വെക്കണം, കണ്ടിന്യൂലി കണ്ടീഷൻ മുകളിൽ വെക്കണം. ഓക്കെ, മനസ്സിലായിട്ട് ചോദിക്കുന്നത് റിബ്രേജ് നോക്കുക, എനിക്ക് മനസ്സിലാവും. അപ്പോൾ സിമ്പിളാണ്. ബ്രേക്ക് ആണെങ്കിൽ താഴ്ത്തി വെച്ചോ, കണ്ടിന്യൂ ആയി മുകളിൽ വെച്ചോ കണ്ടീഷൻ. ഓക്കെ, ഇപ്പം കാണാൻ പറ്റും 1 2 3 5 പ്രിന്റ് ആയില്ല. അപ്പോൾ ആ കണ്ടിന്യൂ. ബ്രേക്ക് എന്തായിരുന്നു? ആ കണ്ടീഷൻ എത്തുമ്പോൾ ലൂപ്പിന് പുറത്താറും. പക്ഷേ ഇതിലെന്തായിരുന്നു? ആ കണ്ടീഷൻ എത്തുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് ബാക്കിയെല്ലാം പ്രിന്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് 1 തൊട്ട് 4 വരെ, പിന്നെ 5 സ്കിപ്പ് ചെയ്യുമ്പോൾ 6 തൊട്ട് 10 വരെ. മറ്റേതിലാണെങ്കിൽ 5 എത്തുമ്പോൾ സ്റ്റോപ്പ് ആയത്. ഇത്ര ഡിഫറൻസില്ല. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് കാണാം. ടിൽ ദെൻ ബൈ.